ഗുഡ് മോർണിംഗ്. ഇന്നത്തേത് പ്രത്യേകതയുള്ള ഒരു ഗുഡ് മോർണിംഗ് ആണ്. ഇന്റർവ്യൂ വേഗം കുളിച്ച് റെഡിയാവൂ. എന്നെ ഓഫീസിൽ വിട്ടിട്ട് വിനയേട്ടൻ പോയിക്കോളൂ. എനിക്ക് റെഡിയാകാൻ 10 മിനിറ്റ് റെഡിയാകാം. വഴക്കുണ്ടാക്കരുത്. എന്നാ നീ വിളിച്ചു. എന്താ ശോശാമ്മ ചേട്ടത്തി? എന്താ എത്ര മണിക്കാണ് ഇന്റർവ്യൂവിന് പോണേ? 9:30. ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട്. എന്നാ നീ പറ. ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്ത് വൈ പൊട്ടങ്ങളി കളിക്കുന്നേ? വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതാ ഒരു ഐശ്വര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ വിനയേന്ദ്രൻ എന്നത്തിന് എങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. വസ്തുക്കളും സ്വത്തുക്കളും നോക്കി നടത്താൻ തന്നെ ആളില്ല. എന്നാലും രണ്ടിനും ജോലി എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. ശോശാമ്മേ, അവർക്ക് രണ്ടുപേർക്കും ഏത് നേരത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം. എന്താ അത്? സെക്സ്. കറക്റ്റ്. പക്ഷേ അവരെ സംബന്ധിച്ച് അത് പവിത്രവും വിശുദ്ധവുമാണ്. അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു പ്രകടിപ്പിക്കൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം, മ്യൂസിക്. ഒരു ലഹരിയിൽ നിന്നും വേറൊരു ലഹരിയിലേക്ക് മാറുക. വിനയചന്ദ്രൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ജോലി. ജീവിക്കാൻ വേണ്ടിയോ കാശിന് വേണ്ടിയോ അല്ലാതെ ഒരു ഇഷ്ടം. അത്രേ ഉള്ളൂ. ചിലരങ്ങനെയാ, എപ്പോഴും ഏതിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. പിടിച്ചോ. നമ്പേരട്ടാ, ഒന്ന് അനുഗ്രഹിച്ചേ. ഓ, എന്തനുഗ്രഹിക്കാൻ? ആരനുഗ്രഹിച്ചില്ലെങ്കിലും തനിക്ക് ആ ജോലി കിട്ടും. ഈ ചെറിയ ജോലി തനിക്ക് എന്തിനാണെന്നാ എന്റെ സംശയം. പ്രിഫറൻസ് സ്കൂളിലെ മലയാളം അധ്യാപകൻ എന്ന ജോലി ചെറുതാണോ എന്റെ ഏട്ടത്തി? കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമല്ലേ? പിന്നെ എനിക്ക് ഇനി ടെൻഷൻ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തച്ചുടക്കണം എന്ന് പറഞ്ഞ് നടക്ക വിനയേട്ടൻ. സ്കൂളിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ? ഒട്ടും പേടിക്കണ്ട. ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ജീവിതത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ, കാട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക്. പോയിട്ട് വാ. പോയി വരൂ സിന്ധു, പോയി വരൂ സിന്ധു. വിനയൻ ജോലിക്ക് പോകുന്നതിന് നിങ്ങൾ സിന്ധുവിന്റെ ദേഹത്ത് എന്നതായി ചെയ്യുന്നത്? നിനക്ക് എന്തു ആകാമെങ്കിൽ എനിക്കും ആകാം. ഞാൻ എന്തോ ചെയ്തെന്റെ മനുഷ്യ. ദേ, മനുഷ്യാനൊന്നും വിളിക്കണ്ട. ഒന്നാം തരം തറവാട്ടി പറഞ്ഞ തലശ്ശേരിക്കാരൻ നമ്പ്യാരാടി. നമ്പേരട്ടാ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ ഞാൻ. വേണ്ട, വിനയേന്ദ്രൻ പോയിട്ട് വരൂ. വിനയേന്ദ്രൻ പോയിട്ട് വരൂ. നല്ലതേ വരൂ. വാ നമ്പേരട്ടാ. ശോശമ്മ ചേട്ടത്തി, പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾ പോയിട്ട് വരാം. ശോശാമ്മ ചേട്ടത്തി വിനയേട്ടനും തൊട്ടേനാ. ഇന്ന് മിക്കവാറും ഉടക്കായിരിക്കും. മിക്കവാറും വൈകിട്ട് വരുമ്പോ അറിയാം. വൈകിട്ട് വിളിക്കാൻ പറഞ്ഞോ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സിന്ധു, രജിസ്റ്റർ മാനേജറുടെ ക്യാബിനില്ല. ഒപ്പിടാൻ അങ്ങോട്ടെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സിന്ധു. സിന്ധു ഒന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഓ, രജിസ്റ്റർ.
ഒപ്പിട്ടോളൂ. ഈ സാരി സിന്ധുവിന് നന്നായി ഇണങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നോ, ഇല്ല. എന്തേ? മനസ്സിനിണങ്ങിയൊന്നും എന്റെ വഴിക്ക് വന്നില്ലായിരുന്നു. മലയാള ഭാഷ പഠിപ്പിക്കാൻ എന്താ ഇത്ര താല്പര്യം? അതെന്റെ ഒരു സ്വപ്നമാണ്. ഒരു മലയാള ഭാഷാ അധ്യാപകനാവുക എന്നത് സ്വപ്നമാണ്. എന്തുകൊണ്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കുട്ടികളോടൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലാണോ? ആ, തീർച്ചയായും. നമ്മളൊക്കെ മനുഷ്യ പരമ്പരയിലെ അംഗങ്ങളാണ്. മനുഷ്യ പരമ്പര വികാര വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എഞ്ചിനീയറിംഗ്, ബിസിനസ്, നിയമം, വൈദ്യശാസ്ത്രം ഇവയെല്ലാം കുലീനമായ കണ്ടെത്തലുകളാണ്, യത്നങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവയെല്ലാം അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ കവിത, സൗന്ദര്യം, സ്നേഹം ഇവയിലൂടെയാണ് നാം ജീവിതത്തെ ആസ്വദിക്കുന്നത്, ജീവിച്ചു പോകുന്നത്. കവിതയെ പറ്റി പഠിപ്പിക്കാൻ, സൗന്ദര്യത്തെ പറ്റി പഠിപ്പിക്കാൻ, സ്നേഹത്തെ പറ്റി പഠിപ്പിക്കാൻ ഞാൻ എന്തുകൊണ്ട് മലയാള ഭാഷ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഭാഷയിലാണ് ജനിച്ചത്, വളർന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 4 വരി കവിത പാടി നേർത്ത ഒരു വിശദീകരണം. തരിക്കില്ല മനം തെല്ലും പകയ്ക്കാ രണഭൂമിയിൽ, മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവതേ. ആദർശ ദേവതയ്ക്ക് വേണ്ടി പോർക്കളത്തിൽ മരിച്ചു വീഴാൻ എന്റെ മനസ്സൽപ്പം പോലും തരിക്കില്ല, പകയ്ക്കില്ല എന്ന് സാരം. കുഞ്ഞിരാമൻ നായരുടെ. മിസ്റ്റർ വിനയം പുറത്ത് വെയിറ്റ് ചെയ്യൂ. യെസ്. എന്തു പറയുന്നു എല്ലാവരും? ഇറ്റ്സ് എക്സലന്റ്, വണ്ടർഫുൾ. ഞാൻ 100-ൽ 100 മാർക്കും കൊടുക്കും. അദ്ദേഹത്തിന്റെ സമീപനം കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിന്റെ ട്രഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കേണ്ടി വരും. ഇത് മിസ്റ്റർ വിനയേന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ്. വൈസ് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോയിക്കോളൂ. വിനയേന്ദ്രൻ അവരുടെ സെക്ഷനിലാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനയചന്ദ്രൻ, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. വിനയചന്ദ്രൻ ഈ ടീച്ചിങ് വെറും ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. ഹോബിയോ? നോ മാം, ഇതെന്റെ ജീവിതമാണ്. ഓക്കെ. +2 മൊത്തം 65 കുട്ടികളുള്ളതിൽ 41 പേരും സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്നത് ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഫ്രഞ്ച് ഒക്കെയാണ്. മലയാളം സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്ന 24 പേരും മലയാളത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും വീക്കാണ്. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളാണവർ. താങ്കളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷുവർ, ഷുവർ മാം. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ. പേര് സിന്ധു. TDC ജോലി ചെയ്യുന്നു. മറ്റു ബന്ധുക്കൾ? അമ്മയുണ്ട്, നാട്ടിലാണ്, ഒറ്റപ്പാലത്ത്. പിന്നെ സിന്ധുവിനൊരു സിസ്റ്റർ ഉണ്ട്, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, +2. ഓക്കെ. നാളെ ക്ലാസ് എടുക്കാൻ വന്നോളൂ. താങ്ക് യു മാം.